സഹോദരങ്ങളെ ഓർക്കണം, എല്ലാ കല്ലും അപ്പമാകാനുള്ളതല്ല എന്ന് വചനത്തിലൂടെ യേശു പിശാചിനോട് പറഞ്ഞു. ഞാൻ ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം ധ്യാനിക്കുക. ഈ ജീവിതത്തിൽ കാണുന്ന എല്ലാ കല്ലുകളും അപ്പമാകാനുള്ളതല്ല. കല്ലായി കാണേണ്ടതിനെ കല്ലായി കാണണം. അപ്പമാകേണ്ടത് മാത്രമേ അപ്പമാകാവുള്ളൂ. എന്താ ഈ അപ്പവും കല്ലും തമ്മിലുള്ള വ്യത്യാസം? അപ്പം തിന്നാ ദഹിക്കും, കല്ല് തിന്നാല് ദഹിക്കത്തില്ല. ചിലത് കല്ലായിട്ടിരിക്കണം. അയൽവക്കത്ത് നിന്റെ ഭാര്യയോട് എടുക്കുന്ന നിന്റെ ഭാര്യ നിനക്ക് ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ അപ്പമാണ്, അയൽവക്കത്തെ ആളുടെ ഭാര്യ നിനക്ക് കല്ലാണ്. മാതാപിതാക്കന്മാർ അപ്പമാണ്, അവരെ കല്ലായിട്ട് കാണാൻ പാടില്ല. അപ്പമായി കാണേണ്ടതിനെ അപ്പമായി കാണുക, കല്ലായി കാണേണ്ടതിനെ, മനസ്സിലായില്ല, കല്ലായി കാണേണ്ടതിനെ കല്ലായിട്ട് കാണുക. ചിലപ്പം നിനക്ക് കല്ലായത് അപ്പുറത്തെ ആൾക്ക് കല്ലാകണമെന്നില്ല. ചിലർക്ക് ചില കല്ലുകൾ അപ്പമാണ്, പക്ഷെ നിനക്ക് അപ്പമായത് മാത്രമേ നീ അനുഭവിക്കാവുള്ളൂ. പിശാചിന് മനസ്സിലായി ഇവന്റെ അടുത്ത് ഈ കളി നടക്കത്തില്ല. അവത്തെ കുറിച്ച് ബോധ്യമുള്ളവനാണ്, കല്ലുകളെ കുറിച്ചും അവന് ബോധ്യമുണ്ട്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപ്പമായി മാറുന്ന ചില കല്ലുകളുണ്ട്, പ്രത്യേകിച്ച് ശരീരവുമായി ചിന്തിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കി. ഞാൻ ഈ തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ തിരുമേനിയുടെ കൂടെ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. 2 വർഷം മുമ്പ് അവിടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മാതാപിതാക്കന്മാർ അതിനെ കൊണ്ടുവന്നു. 5ാം ക്ലാസ് വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ്. ഞാൻ ഈ പറയുന്നതിന്റെ ലോജിക്ക് ഇവിടെ അത് കണ്ടിട്ടുള്ളവർക്കറിയാം. എനിക്കതിന്റെ ലോജിക്കൊന്നും മനസ്സിലാകത്തില്ല. 5ാം ക്ലാസ് വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പനും അമ്മയും വിദേശത്താണ്. 5ാം ക്ലാസ് വരെ വിദേശത്ത് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ 6ാം ക്ലാസ്സിൽ കേരളത്തിൽ കൊണ്ട് ചേർത്തു. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. 2, അവന് പഠിച്ച വാക്കുകളും ഇംഗ്ലീഷ് അക്ഷരങ്ങളൊന്നും ഓർമ്മയില്ല. അവന് ധ്യാനത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരത്ഭുതം നടക്കട്ടെ. അവന്റെ അടുത്ത് അച്ഛന്മാർ ചെന്ന് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ കൊച്ചു പതുക്കെ കാര്യങ്ങൾ പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞെന്നറിയോ? കൊച്ച് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും അവിടെയുള്ളൊരു ബിനോയ് അച്ഛനും ഞങ്ങൾ അവിടെ നിൽക്കുക. ആ കൊച്ച് ഒരു 8 GB മെമ്മറി കാർഡ് ഞങ്ങളുടെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരെ, ഈ സാധനമാണ് എന്നെ നശിപ്പിച്ചത്. ഇത്രയും നേരം ബ്രദർ കൗൺസിലിംഗ് തന്നപ്പോഴാ കാര്യം മനസ്സിലായത്. ഇത് അച്ഛന്മാരെടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, കൊച്ച ഇതെന്നതാ? ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ബ്രദറെ വിളിച്ച് ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഗൾഫിൽ നിന്ന് അപ്പനൊരു മൊബൈൽ ഫോൺ കൊണ്ടു കൊടുത്തു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് മൊബൈൽ ഫോണിലൂടെ ചില കാര്യങ്ങളൊക്കെ കണ്ടു. അയൽവക്കത്തുള്ള ചില ആന്റിമാർ അവനെ സഹായിച്ചു. പാപത്തിന്റെ ബന്ധനത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ അടിമപ്പെട്ടു. അയൽവക്കത്തുള്ള ഒരു സ്ത്രീ അവനെ ജഡീകമായി ഒത്തിരി വേദനിപ്പിച്ചു, ദുരുപയോഗം ചെയ്തു. ശരീരത്തിൽ ഈ വ്യഭിചാരത്തിന്റെ ദുർഭൂതം കയറിയ കുഞ്ഞ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, ജ്ഞാനം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാനിത് വെറുതെ പറഞ്ഞതല്ല. വ്യഭിചാരത്തിന്റെ ദുർഭൂതം ജഡീകതയുടെ ഉള്ളിൽ കയറിയ മനുഷ്യന് ദൈവാരാധന പോലും പറ്റത്തില്ല. ഹോശേയ പ്രവചനം 5-ാം അധ്യായം 4-ാം തിരുവചനം, ഹോശേയ പ്രവചനം 4-ാം അധ്യായം 12-ാം തിരുവചനം. വ്യഭിചാരത്തിന്റെ ദുർബോധം ഉള്ളിൽ കയറിയ ജഡീക മനുഷ്യന് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വഴിതെറ്റുന്നു. പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഇനി നമ്മളൊന്ന് ധ്യാനിക്കുക. എന്റെയും നിങ്ങളുടെയും ചുറ്റുപാടുകളിൽ എങ്ങനെ ഈ ജഡീകത കിടക്കുന്നു, ഈ ജഡത്തിന്റെ ആസക്തികൾ എങ്ങനെ കിടക്കുന്നു? ചിലരുടെ ഉള്ളിൽ വ്യഭിചാരത്തിന്റെ ദുർഭൂതം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ മനസ്സിലാക്കുക. എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് തലമുറയിലേക്ക് പകരും, ഷുഗർ ഉണ്ടെങ്കിൽ അത് പകരും, പ്രഷർ ഉണ്ടെങ്കിൽ അത് പകരും. നിന്റെ ആത്മാവിൽ വ്യഭിചാരത്തിന്റെ ദുർബോധം ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സത്യം അത് നിന്റെ തലമുറയിലേക്ക് പകരും. ഒറ്റ വഴിയുള്ളൂ, ക്രിസ്തു കണ്ടതുപോലെ നിന്റെ ശരീരത്തെ കാണാൻ നീ പഠിക്കുക. ക്രിസ്തു ശരീരത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ശരീരം എല്ലാ കല്ലുകൊണ്ടും സുഖിച്ചപ്പമാകേണ്ടതല്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല കല്ലുകൾ കൊണ്ടും രുചിച്ച് തീരേണ്ടതല്ല എന്റെ ശരീരം. എന്റെ ശരീരത്തെ കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ട്. നിങ്ങൾ ഇരുന്ന് ധ്യാനിക്കൂ. എന്തിനുള്ളതാണ് നിങ്ങളുടെ ഈ ശരീരം? ദൈവം തന്ന സുന്ദരമായ ശരീരം എന്തിനുള്ളതാണ്? റോമാലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സഹോദരരെ, നിങ്ങളുടെ ഈ ശരീരം ദൈവത്തിന് ബുദ്ധിയുള്ള ആരാധനയായി കാഴ്ചവെക്കുവീൻ. 1 കൊരിന്ത്യൻസ് 6:19, 1 കൊരിന്ത്യൻസ് 3:16 ഈ തിരുവചനങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പഠിപ്പിക്കുകയാണ്, സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരം എന്താണെന്ന് അറിയുമോ? അത് പരിശുദ്ധാത്മാവിന്റെ, ബാക്കി നിങ്ങൾ പറ, മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിന്റെ ശരീരം. ഈ ശരീരം പാപത്തിന് ചേർത്ത് വെച്ചിട്ട് ദുർഗന്ധം വമിക്കാൻ ഇടവരരുത്. ഇത് ജഡ സ്വഭാവം കാണിക്കാനുള്ളതല്ല. എന്താ ജഡത്തിന്റെ സ്വഭാവം? എത്ര നല്ല മനുഷ്യനാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന്റെ പേര് ജഡമെന്നാണ്.
എത്ര കേമനാണെങ്കിലും പ്രമുഖനാണെങ്കിലും പദവിയുള്ളവനാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ വിളിക്കുന്നത് ജഡമെന്നാണ്. എന്താണ് ജഡത്തിന്റെ പ്രത്യേകത? എന്താ ജഡത്തിന്റെ പ്രത്യേകത? ആ ജഡം കുറച്ചു സമയം കഴിയുമ്പോൾ ജഡത്തിന്റെ സ്വഭാവം കാണിക്കും. എന്താണ്? ജീവൻ നഷ്ടപ്പെട്ട ഒരു ജഡം ദുർഗന്ധം പുറത്തേക്ക് വിടാൻ തുടങ്ങും. അത് ദുർഗന്ധം വമിപ്പിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ചുറ്റുപാടുകളിൽ ദുർഗന്ധം വമിപ്പിക്കുന്നു. എന്താണ് ക്രൈസ്തവ ജീവിതത്തിൽ പുറത്തേക്ക് വരുന്ന ആത്മാവ് നഷ്ടപ്പെട്ട ദുർഗന്ധങ്ങൾ? ഗലാത്യ ലേഖനം 5:19, കൊലോസ്യ ലേഖനം 4 എടുത്ത് വായിച്ചാൽ കാണാം. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, വ്യഭിചാരം, മദ്യപാനാസക്തി, മ്ലേച്ഛത, ഭിന്നിപ്പ്, വിഭാഗീയത, അനേക ദുർഗന്ധങ്ങൾ കൊണ്ട് ക്രൈസ്തവന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തു വരാൻ തുടങ്ങി. ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുപാട് അതല്ലേ കുഴപ്പം? ഉണർവ് പ്രസ്ഥാനക്കാരൻ എഴുന്നേറ്റ് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ല. എന്താ കാരണം? നമ്മളിൽ നിന്ന് ക്രിസ്തുവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ക്രിസ്തുവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം ആസക്തികളാൽ കലുഷിതമായിരിക്കും. ഞാനിങ്ങനെ ആവേശം കൊണ്ട് പ്രസംഗിക്കുന്നതല്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരമാണെങ്കിൽ അത് ആസക്തികളാൽ കലുഷിതമാണ്. പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ നീ ഈ ശരീരം കൊണ്ട് ഏത് പാപം ചെയ്താലും ദൈവം കൂടാതെ രണ്ടുപേരും കൂടെ കാണും. ആരാ രണ്ടുപേര്? അപ്പച്ചനമ്മച്ചിയോ? അല്ല, ദൈവം കൂടാതെ രണ്ടുപേരും കൂടെ കാണും, ആകാശവും ഭൂമിയും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ ദൈവം നിലവിളിക്കുന്നത്, ആകാശമേ കേൾക്കുക, ബാക്കി എന്നാ, ഭൂമിയെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താ കാരണം എന്നറിയോ? ഞാൻ ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ രണ്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു. ഒന്ന് ആകാശം, ഒന്ന് ഭൂമി. ഇന്ന് ദൈവം ചോദിക്കും, നാളെ ന്യായവിധിക്ക് കൊണ്ടുപോകുമ്പോൾ സാക്ഷ്യം പറയാൻ ഒരുപക്ഷെ ഈ ഭൂമിയിലെ ആരും കണ്ടിട്ടുണ്ടാകില്ല. നീ ചെയ്ത ജഡീക പാപങ്ങൾ നിന്റെ ചുറ്റുപാടും ആരും കണ്ടിട്ടില്ല. പക്ഷെ രണ്ടുപേർ സാക്ഷ്യം പറയും, ആകാശവും ഭൂമിയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവം എപ്പോഴും ക്ഷമിക്കും, മനുഷ്യൻ വല്ലപ്പോഴും ക്ഷമിക്കും, കാലവും പ്രകൃതിയും ഒരു നാളും ക്ഷമിക്കത്തില്ല. ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഈ ലൈംഗിക ജഡീകാസക്തി മാത്രമാണോ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്നത്? ഇതാ ചിലരുടെ ശരീരത്തിൽ ദ്രവ്യത്തിന്റെ ആസക്തി കുടികേറി കിടക്കുന്നു. ദ്രവ്യത്തിന്റെ ശക്തി, അനർഹമായ പണം. ഞാൻ ഒരു സ്ഥലത്ത് ഒരിക്കൽ ധ്യാനം നടത്തുകയാണ്. ഇങ്ങനെ ഈ ധ്യാന ശുശ്രൂഷ നടക്കുമ്പോൾ 10,000-2000 ആളുകളുണ്ട്. മുമ്പിൽ നിന്നൊരു മനുഷ്യൻ ഇതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മിനിങ്ങാന്ന് പ്രസംഗിച്ച സാജു അച്ഛനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം വലിയ ശുശ്രൂഷകനാണല്ലേ, വലിയ പ്രാർത്ഥനക്കാരനാണല്ലേ. അച്ഛൻ എന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ. ദേ അച്ഛൻ മറ്റേ മനുഷ്യനെ കണ്ടോ? അപ്പോൾ കണ്ടു, അതാ കസേരയുടെ അങ്ങറ്റത്ത് ഒരു കീറിയ ഷർട്ടും ഇട്ടിട്ട് ഒരു പള്ളിയിലെ ശുശ്രൂഷക്കാരൻ, പാവമാണ്, തളർന്ന് വിറങ്ങലിച്ച് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ഇവൻ 1.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അവന്റെ വീട് തറ കെട്ടി കട്ടില വെച്ച് പകുതിയാക്കി വെച്ചിരിക്കുക. പൈസ ചോദിക്കുമ്പോൾ ചിട്ടി വിളിച്ചെടുത്തതാ. ചോദിക്കുമ്പോൾ സഹോദരന്മാർ കൂടി അതിനെ കഴുത്തെ പിടിച്ച് ഞെക്കിയിട്ട് പറഞ്ഞു, മേലമണ്ടി പകർന്ന് ഉണ്ടാകുമ്പോ തരാം. വലിയ പ്രാർത്ഥനക്കാരനാ. പാവപ്പെട്ടവന്റെ സമ്പത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ട് വലിയ പ്രാർത്ഥന. ആര് കേൾക്കാൻ? കൈക്കൂലി വാങ്ങി തിന്മയുടെ സമ്പത്ത് കയ്യിലാക്കി വെച്ചിട്ട് ആരാധനയും പ്രാർത്ഥനയും നടത്തുന്നതിന്റെ ജഡത്തിന്റെ മേൽ. ജെറമ്യ 17:11 എന്താ വചനം? താനിടാത്ത മൊട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് ശേഖരിക്കുന്നവൻ. എന്ത് സംഭവിക്കും? അവന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ അതവന് വിട്ടുപോകും. ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയുടെ അടുത്ത് ഒരു 25 വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? നമ്മുടെ കുരുമുളകൊക്കെ ഉള്ള ഒത്തിരിയുള്ള കാലമാണ്. അപ്പൊ 2 സഹോദരന്മാർ, 2 കൂട്ടുകാരെ, സുഹൃത്തുക്കൾ, ഉറ്റ സ്നേഹിതരാണ്. ഒരു വലിയ സന്തോഷത്തെ കച്ചവടമൊക്കെ നടത്തും. അന്നത്തെ കാലത്ത് ഒരു 20-25 വർഷം മുമ്പ് ഈ കച്ചവടമൊക്കെ നടത്തി അവരുടെ കയ്യിൽ 1 ലക്ഷം രൂപ വന്നു. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, എടാ, ഇപ്പോൾ ഈ കാശ് നിനക്ക് ആവശ്യമില്ലല്ലോ, ഈ 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിന്റെ മകള് ഒരു 5-8 വർഷം കഴിഞ്ഞിട്ടാണല്ലോ കല്യാണ മകൾ, അപ്പോഴേക്കും ഞാൻ തിരിച്ചു തരാം. അന്നത്തെ കാലത്തൊക്കെ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ വലിയ തുകയാ. അപ്പോൾ ഞാൻ തിരിച്ചു തന്നേക്കാം, നീ ഇപ്പോൾ എനിക്ക് തരാം. സന്തോഷത്തോടെ ഈ പുള്ളിക്കാരൻ കൊടുത്തു. പുള്ളിക്കാരൻ ഭാര്യയോട് പറഞ്ഞു, പേടിക്കേണ്ട, റിസർവ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ്, കൂട്ടുകാരന്റെ അടുത്ത് കൊടുത്താൽ ഒന്നും പേടിക്കേണ്ട, കൃത്യസമയത്ത് തിരിച്ചു തരും. മകളുടെ കല്യാണ പ്രായമായി, ഇയാൾക്ക് നല്ല ധൈര്യമുണ്ട്. കൂട്ടുകാരൻ അതുപോലത്തെ ആത്മസുഹൃത്താണ്, പൈസ തിരിച്ചു തരും. ഇതാ കല്യാണമൊക്കെ ആയപ്പോൾ ഇയാൾ കൂട്ടുകാരനോട് ഇന്ന് പറഞ്ഞു, സഹോദര, മകൾക്ക് കല്യാണമായി കേട്ടോ, അന്നത്തെ ആ പൈസ. കേട്ടത് പാതി അയാൾ തിരിച്ചു പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? അത് ഞാൻ അന്നേ തിരിച്ചു തന്നില്ലേ. ചങ്കിനകത്ത് ഇടിവാള് കയറിയതുപോലെ ഈ മനുഷ്യൻ, വേറെ ഒരു പ്രതീക്ഷയുമില്ല, ഈ പണമായിരുന്നു ജീവിതത്തിലെ പ്രതീക്ഷ. അയാൾ പറഞ്ഞു, ഇല്ല. തർക്കമായി, ആളുകൾ കൂടി.
വലിയ ബഹളമായി. കൊടുത്തതിന് സാക്ഷികളില്ല, തിരിച്ചു കൊടുത്തതിന് സാക്ഷികളില്ല. ഈ ബലഹീനൻ നിസ്സഹായനായി. അപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ദൈവാലയത്തിന് ഇങ്ങനെ പടികളുണ്ടല്ലോ. അടുത്ത ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ നമ്മുടെ പുരോഹിതൻ വിശുദ്ധ കുർബാന എടുത്തു പിടിച്ച് പടിഞ്ഞാറോട്ട് വരുമ്പോൾ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു, എനിക്ക് ആ കാശ് തന്നോ എന്ന്. അപ്പോൾ തന്നു എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഇയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഇതാ 3-4 സാക്ഷികൾ വിശുദ്ധ കുർബാന നടക്കുന്നു. പുരോഹിതൻ പരിശുദ്ധ കുർബാന എടുത്തു വരുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ചോദ്യം ചോദിച്ചു, സഹോദര, നീ എനിക്ക് ആ കാശ് തന്നോ? ചോദ്യം തീർന്നില്ല. അയാൾ തീർത്ത് പറഞ്ഞു, കുർബാനയെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഞാൻ തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ഈ മനുഷ്യൻ ഈ പണം തരാനുള്ള മനുഷ്യന്റെ കാലിലേക്ക് കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഒരു വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെച്ച് നീ നുണ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ തന്നത് എനിക്ക് ഓർമ്മയില്ലാതായിപ്പോയി. ഈ സമൂഹത്തിൽ നിന്നെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു. എന്നോട് പൊറുക്കണം കേട്ടോ. കൊടുത്തിട്ടില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, 25 വർഷം കഴിഞ്ഞു. ഇന്ന് ആ പ്രദേശത്ത് വരുമ്പം എന്റെ പള്ളിയിലെ പിള്ളേർ എന്നോട് പറയും, എന്റെ അച്ഛാ, ആ കെട്ടിടം കണ്ടോ? ആ 3-4 നിലയുള്ള കെട്ടിടം കണ്ടോ? ആ മുറികൾ കണ്ടോ? ആ ബിസിനസ് കണ്ടോ? ഈ പാവപ്പെട്ട മനുഷ്യന്റെയാ. അപ്പൊ ഞാൻ ചോദിച്ചു, മറ്റേയാൾ എവിടെയാ പൈസ തട്ടിയെടുത്തയാൾ? അച്ഛാ, അയാളുടെ പേര് പോലും ഇവിടെ കാണാനില്ല. ആ ദേശത്ത് ആ മനുഷ്യനില്ല. അയാളുടെ മക്കൾ വഴിതെറ്റി, ഒരുത്തനെ കേസിൽ പിടിച്ചു, ചുറ്റുപാടുകൾ പ്രതിസന്ധിയായി. അവൻ നേടിയ പണം അവന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ നഷ്ടപ്പെട്ടു. ആ പ്രദേശത്ത് അയാളില്ല. പ്രിയപ്പെട്ടവരെ, താനിടാത്ത മുട്ടയ്ക്കടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ ശരീരത്തിൽ കിടക്കുന്ന ജഡിക ആസക്തി, ദ്രവ്യത്തിന്റെ ആസക്തി. സഹോദര, ബൈബിൾ പറയുകയാണ്, എല്ലാ കല്ലും നിനക്ക്, ബാക്കി പറയാമോ, അപ്പമാകാനുള്ളതല്ല. 2. അപ്പോൾ പിശാചിന് മനസ്സിലായി, ഇവന്റെ അടുത്ത് കളി നടക്കത്തില്ല. അടുത്ത സംഭവം കൊണ്ടിട്ടു. 2ാമത്തെ പരീക്ഷ. 1ാമത്തത് ഇതാ ജഡമോഹത്തിന്റെ ഇട്ട് കഴിഞ്ഞു. യേശുക്രിസ്തു 100-ൽ 100 മാർക്ക് വാങ്ങി ജയിച്ചു. അപ്പോൾ പിശാച് പറഞ്ഞു, ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. പിശാച് യേശുക്രിസ്തുവിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, കണ്ണുയർത്തി നോക്കിക്കേ. യേശു നോക്കി. ഇതാ കുറെ സാധനങ്ങൾ, യെരുശലേം പട്ടണം, യെരിഹോ പട്ടണം, അത് ഇത്, യോർദാൻ, യെരുശലേം ദൈവാലയം കണ്ടോ? എന്ത് സുന്ദരമാണ്, എത്ര മനോഹരമാണ് ഈ ലോകത്തിലെ സൃഷ്ടികൾ. എന്നിട്ട് പിശാച് പറഞ്ഞു, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ, ബാക്കി പറ, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ എല്ലാം തന്നേക്കാൻ കേട്ടോ. പിശാചിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. അവന്റെ സൂത്രം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്താൻ അവന് എടുക്കുന്ന തന്ത്രം മനസ്സിലാക്കണം. നിന്റെ ആരാധന മാറ്റുക, നിന്റെ ആരാധന മാറ്റുക. ഇപ്പോൾ നടത്തുന്ന ആരാധന മാറ്റി എന്നെ ആരാധിക്കുക. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ധ്യാനിക്കണം. ഈ ശബ്ദം കേൾക്കുന്നവർ തിരിച്ചറിയണം, നിന്റെ ആരാധന മാറ്റാതെ, നിന്റെ ആരാധനയുടെ അനുഭവം മാറ്റാതെ നിന്റെ ഉള്ളിൽ കയറാൻ പിശാചിന് സാധ്യമല്ല. അതുകൊണ്ട് പിശാച് യേശുവിനോട് പറഞ്ഞു, ഒന്ന് ആരാധന മാറ്റാമോ? ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ ധ്യാനിച്ചു നോക്ക്, ആരാധനയുണ്ടോ? യേശുക്രിസ്തു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. ബാക്കി പറഞ്ഞേ എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിട്ടുണ്ട്? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ മോശ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അടുത്ത വചനം കൊണ്ട് പിശാചിനെ യേശു തോൽപ്പിച്ചു. ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ധ്യാനിക്കണം. ജീവിതത്തിൽ ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് ആരാധന. നമ്മൾ ആരാധിച്ചില്ല എന്ന് വിചാരിച്ച് ദൈവത്തിന് എന്താ കുഴപ്പം? ഇവിടെ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു നോക്കിയേ. നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ബാവാ തിരുമേനി പ്രാർത്ഥന നടത്തിയപ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു 2-3 പ്രാവശ്യം പറഞ്ഞു, പിന്നെയും പറഞ്ഞു. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? ഇതൊരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ഒരു പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, ദൈവം ആരാണ്? പരിശുദ്ധൻ. പിന്നെ ഇതെന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി, നമ്മളൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ഗ്രേഡ് കൂടുവോ? എന്നാ പിന്നെ നമ്മൾ തീരുമാനിച്ചു, ഇനി ഞങ്ങൾ അങ്ങ് പറയുന്നില്ല. പറയാതിരുന്നാൽ പരിശുദ്ധിയുടെ ഗ്രേഡ് കുറയോ? ഇല്ല. പിന്നെന്തിനാ പറയുന്നത്? ആരാധിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന്. നാം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധി നമ്മളിലേക്ക് പകരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ആരാധിക്കാത്തവന് ഇത് കിട്ടത്തില്ല. ആരാധിക്കുന്നവന്റെ കാഴ്ച വേറെ, ആരാധിക്കാത്തവന്റെ കാഴ്ച വേറെ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരം ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ലോകത്തിന് അനുരൂപരാകാതെ നിങ്ങൾ ആരാധിച്ച് ജീവിക്കുമ്പോൾ നല്ലതും തീയതും വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക, ആരാധിക്കുന്ന വ്യക്തിക്ക് കാഴ്ചപ്പാട് ശരിയാവും, കൺമോഹം അവനെ കീഴ്പ്പെടുത്തത്തില്ല.
വചനം കിടക്കുന്നത് യേശു വിളിച്ചു പറഞ്ഞു, ആരാധന മാറ്റാതിരുന്നാൽ കാഴ്ചപ്പാടുകളെ മാറ്റേണ്ടി വരത്തില്ല. കൺമോഹം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി? കണ്ണിന്റെ മോഹത്തിന്റെ പേരല്ല, കാഴ്ചപ്പാട്. എന്തായിരിക്കണം ക്രൈസ്തവന്റെ കാഴ്ചപ്പാട്? യേശു പഠിപ്പിച്ചു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം. എന്താണ് ഈ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, ദൈവം ഉള്ളിലുള്ളതുപോലെ കാണുക. നമ്മൾ എങ്ങനെയാ കാണുന്നത്? നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ താല്പര്യം, നമ്മുടെ മുറിവുകള്, ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കണ്ടാൽ വല്ലതും ശരിയാവോ? ഞാനൊരു കൊച്ചനുഭവം പറയാം. ഞാനൊരു വീട് വെച്ചു. വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചു. എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത 2 പെൺപിള്ളേര്, ഇളയതൊരു മോള്. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു എനിക്ക് 3 പെൺകുട്ടികളാണെന്ന്. ഒരു വലിയ അന്നേരം പിന്നെ ഞാൻ ചെന്ന് തട്ടേണ്ടി വന്നു അതിന് ബോധം വരാൻ. എനിക്ക് 3 മക്കളുണ്ട്. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അടുത്ത് വിളിച്ച്, ഭാര്യ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, നമ്മളൊരു വീട് വെച്ച് ദൈവം തന്നതാണ്, വൃത്തിയും മെനയായിട്ട് കൊണ്ടു നടക്കണം. ആ വീടില്ലാത്തവൻ വീട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരിക്കും കുറച്ച് നാളത്തേക്ക്. അത് നല്ല വൃത്തിയൊക്കെ ആയിട്ട് പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടന്നോളണം. ഭാര്യയോട് പറഞ്ഞു, അത് രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് 7-8 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിൽ പോകുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. മക്കൾ 3 UKG-യിലോ അല്ല 1 LKG-യിലോ 1 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. ഏറ്റവും ചെറുത് കമന്ന് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതുങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, വീട് വൃത്തിയാക്കണം. ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു വലിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഉപദേശം കൂടെ കൊടുത്തേക്ക്, അച്ഛൻ 2 ഡോസും കൂടെ. പ്രിയപ്പെട്ടവര്, അവിടെ 1-2 ഡൂം ലൈറ്റൊക്കെ വീടിന്റെ ആരോ തന്നതൊക്കെ ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ നാളൊക്കെ വീട് അങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടു നടന്നു. ഇതാ ഒരു ദിവസം എന്റെ ഭാര്യ എന്തോ കാര്യത്തിന് ഈ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം, തിരക്കിട്ട് പോകുമ്പോൾ ചൂല് കൊണ്ട് ഈ ഡൂം ലൈറ്റിനിട്ടൊരടി. ഡൂം ലൈറ്റ് അടി കിട്ടിയതിനേക്കാൾ സ്പീഡിൽ താഴെ കൊണ്ട് ഒരു 10-15 കഷ്ണമെടുത്തേ കിടക്കുന്നത്. കണ്ടുകൊണ്ടിരുന്ന എന്റെ മനസ്സാകെ കലുഷിതമായി. ഞാൻ പറഞ്ഞു, പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അനുസരണം എന്ന് പറയുന്ന സാധനം നിനക്കില്ല. ആകെ വഴക്ക്. ഞാനിങ്ങനെ വലിയ ശക്തിയോടെ ആക്രോശിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് പേടിച്ചു പറിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്റെ അച്ഛാ, ഏതായാലും പൊട്ടിപ്പോയില്ലേ, സാരമില്ല. അത് കേട്ടപ്പോ എനിക്ക് കലിപ്പരട്ടി. പൊട്ടിച്ചതും പോരാ, പിന്നെ എന്നാ പറയണേ, സാരമില്ല, നിനക്ക് സാരമില്ല, എനിക്ക് സാരമുണ്ട്. വീട്ടില് 144 അടിയന്തരാവസ്ഥ. അത് ഓഫീസിൽ പോയി. മക്കള് പേടിച്ചു വിറച്ചു. ഒരാഴ്ചക്കാലം വീട്ടിൽ ഭീകരാന്തരീക്ഷം. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി വരുമ്പോൾ ഞാൻ ആ ഡൂമിലേക്ക് നോക്കും. കണ്ടോ, എന്റെ കാഴ്ചപ്പാട് വേറെ, അതിന്റെ കാഴ്ചപ്പാട് വേറെ. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ദൈവം, പിന്നെ ഇപ്പൊ ദൈവം. ഒരു ദിവസം അത് ഓഫീസിൽ പോയി, മക്കൾ സ്കൂളിൽ പോയി, ചെറിയ കൊച്ചവിടെ ഉണ്ട്, അമ്മ എതിരെയോ പോയി, എന്തോ കാര്യത്തിന് വേണ്ടി പോയി. ഞാൻ ഈ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി നടന്നപ്പോൾ വീട്ടിലൊരു ടീപ്പോയുടെ മേലെ ഒരു ക്രിസ്റ്റലിന്റെ പാത്രം എനിക്ക് ദുബായ് പള്ളിയിൽ ഒരു മനുഷ്യൻ തന്നതാവും. ഒരു 10-4,000 രൂപ വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ ഞാനിങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി അഹങ്കാരത്തോട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് അറിയാതെ അതിനിട്ടൊരു തട്ടിയെന്ന് മാത്രമല്ല, അതിനേക്കാൾ സ്പീഡിൽ അത് അങ്ങോട്ട് വിട്ടൊരു 10,500 കഷ്ണമായിട്ട് തേ കിടക്കുന്നു. ഞാൻ ആദ്യം ആ ഡൂം ലൈറ്റിലേക്ക് നോക്കി. കഴിഞ്ഞ ആഴ്ച ഒരു 250 രൂപയുടെ ഡൂം ലൈറ്റ് പോയതിന് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു. 14,000 രൂപന്റെ ക്രിസ്റ്റൽ പാത്രം പൊട്ടിക്കിടക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മേല. ഇന്ന് വൈകുന്നേരം ഓഫീസിൽ പോയിരിക്കുന്ന പുള്ളിക്കാരി വരാൻ വേണ്ടി ഞാനിങ്ങനെ പേടിച്ചു പറിച്ചിരിക്കുക. ഏകദേശം ഒരു 11:30-12 ആയപ്പോഴാണ് ഈ സംഭവം. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ക്ലോക്കിന്റെ സൂചി സൂപ്പർ ഫാസ്റ്റിനേക്കാൾ വേഗത്തിലാ പോണേ. ഭയങ്കര സ്പീഡ്. 4 മണിയായപ്പോഴേക്കും മക്കൾ 2 ഓടി വന്നു. വന്നപ്പോ തന്നെ ഞാൻ ആ സ്കൂൾ ബാഗ് 2 കൂടെ വാങ്ങി. വന്നിട്ട് അതുങ്ങളോട് പറഞ്ഞു, പോയി കളിച്ചോളാൻ പറഞ്ഞു. അവരെന്റെ നേരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പന് മാനസാന്തരമോ? അതുങ്ങൾ പോയി കളിച്ചു. യൂണിഫോം പോലും ഊരിയില്ല. 5-5:30 ആയപ്പോഴേക്കും ഇത് അടുത്ത ബസ്സിന്റെ ഭാര്യ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനിതാ പതിവില്ലാത്തൊരു പുഞ്ചിരിയുമായിട്ട് വാതുക്കെ പോയി നിന്നു. വന്നപ്പോ തന്നെ ഞാൻ ആ ബാഗ് ചോദിച്ചു, സിനി ബാഗ് തന്നി. അവള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നോടെ വീട്ടു നമ്പർ നോക്കി, മാറിപ്പോയോ? ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. അതകത്തേക്ക് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു, ഒരു കാപ്പി എടുത്തു തരട്ടെ? അതിന്റെ ഉള്ളമാകെ കൊതിച്ചു കാണും ഇങ്ങനെ ഒരു ഭർത്താവിനെ. പ്രിയപ്പെട്ടവരെ, 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേര് ചാടി അകത്ത് കയറി. ഇളയത് അന്നേ വായാടിയ. അതെന്റെ നേരെ നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ മാറി മാറി നിന്നു, ഇത് കാണാതിരിക്കണമല്ലോ. ആ കൊച്ചങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്ന പാത്രം എന്തിയേ? മെനകെട്ടതിന് ചോദിക്കാൻ തോന്നിയൊരു സമയം. അപ്പൊ ഇതാ ഭാര്യ നോക്കി, എന്തിയേ? ഞാൻ വേഗം ഡൂം ലൈറ്റിലേക്ക് ഒന്ന് നോക്കി. കഴിഞ്ഞ ആഴ്ചത്തെ സംഭവമാണ്. എന്താ സംഭവിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ പാത്രം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ഉത്തരം കണ്ടെത്തിയിരുന്നു കേട്ടോ. പാത്രം ഞാൻ നോക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കുറെ നേരം എനിക്ക് വിഷമമായി. പിന്നെ ഞാൻ ആ പൂപാത്രത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഏതായാലും പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി, അല്ലാതെ എന്ത് ചെയ്യും, സാരമില്ല. ഇതാ പാത്രം പൊട്ടി, സാരമില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഭാര്യ വന്നപ്പോൾ ഇങ്ങനെ വിഷണ്ണനായിട്ട് നിന്നു. ദൈവത്തിന്റെ ഓരോ കളികളി. ഞാൻ അവളുടെ നേരെ നോക്കിയപ്പോൾ അത് എന്നോട് പറഞ്ഞു, പൊട്ടിപ്പോയല്ലേ അച്ഛാ, സാരമില്ല കേട്ടോ. നിങ്ങൾക്ക് ചിരിക്കാം, എന്റെ കണ്ണു നിറഞ്ഞുപോയി. 250 രൂപയുടെ ഒരു ഡൂമ് പൊട്ടിപ്പോയപ്പോൾ എന്റെയും അവളുടെയും കാഴ്ചപ്പാട് 2 ഒരു വീട്ടില്
വില കൂടിയ ഒരു സാധനം പൊട്ടിപ്പോയപ്പോൾ എന്റെ ബലഹീനമായ കാഴ്ചപ്പാടിലേക്ക് ഞാനും എന്റെ ജീവിത പങ്കാളിയും വന്ന്. ഇതാണ് നമ്മൾ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സ്ത്രീ കൗൺസിലിങ്ങിന് വന്നു. ഞാനിങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കല്ല. അവരെന്താ പറഞ്ഞെന്നറിയോ? അച്ഛാ, ഞങ്ങൾ ഇന്നാളൊരു ധ്യാനം കൂടി, ഒത്തിരി സന്തോഷമായി, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. പറഞ്ഞു അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അച്ഛാ, ഞാൻ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു, ഒത്തിരി പാപമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനത് എന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അത് കേട്ടിട്ട് എന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ സ്നേഹം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഭർത്താവിന്റെ ഉപദ്രവം കാരണം ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. ഈ സ്ത്രീ പറയും, ഈ ഭർത്താവിന്റെ സ്നേഹം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെന്ന പറ്റിയേ അച്ഛാ, ഞങ്ങൾ ഈ കോതമംഗലം ഭാഗത്ത് നിന്ന് കുടിയേറി വന്നതാണ്. എന്റെ ഭർത്താവ് ഒരു എസ്റ്റേറ്റിലെ റൈറ്ററായിരുന്നു, മുതലാളിയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. സന്ധ്യയാകുമ്പോൾ എസ്റ്റേറ്റിന്റെ ഉടമ വന്നിട്ട് കുറച്ച് മദ്യം കൊടുത്ത് ഭർത്താവിന് മയക്കും. പിന്നെ ഞാനുമായിട്ട് മോശം ബന്ധം. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തച്ച, ഈ പാവം മനുഷ്യന് ഇതൊന്നും അറിയില്ല, അയാൾ എന്നെ വീട്ടിൽ സ്നേഹിക്കുക. അപ്പൊ ഞങ്ങളൊരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിലെ വചനം കേട്ടപ്പോൾ എന്റെ ഉള്ളിലാകെ വേദനയായി. ഞാൻ ആ പാപം ഏറ്റു പറഞ്ഞു. അപ്പോൾ കുമ്പസാരിപ്പിച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, ആരോടും പറയണ്ട, കർത്താവ് മോചിച്ചു. പക്ഷെ എനിക്ക് പറ്റിയില്ല അച്ഛാ. ഞാൻ ചെന്ന് എന്റെ ഭർത്താവിനോട് ഇത് മുഴുവൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നടുങ്ങിപ്പോയി. ഭർത്താവിനോട് ഇത് മുഴുവൻ പറഞ്ഞോ? എല്ലാം ഞാൻ പറഞ്ഞച്ചാ. ഞാൻ ചോദിച്ചപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു? ഭർത്താവ് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞച്ചാ. ഒരു ഭാര്യ ഇടറിപ്പോയപ്പോൾ ഭർത്താവ് കെട്ടിപ്പിടിച്ച് കരഞ്ഞോ? അയാൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, നീ എത്ര നല്ലതാ. എന്റെ മദ്യപാനവും പാപജീവിതവുമല്ലേ നിന്നെ ആ കാബാലികന്റെ കയ്യിൽപ്പെടുത്തിയത്. നിന്നെ നശിപ്പിക്കുന്നതിന് ഞാനല്ലേ കൂട്ടുനിന്നത്. എന്നോട് ക്ഷമിക്കണം. അയാൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനം കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിക്കറിയ ഒരു മനുഷ്യനാണ് അയാൾ. ഭാര്യയുടെ ഈടറിയ ജീവിതത്തെ അയാൾ ചേർത്ത് പിടിച്ചു. ഈ ഭാര്യ എന്നോട് പറയാം, എനിക്ക് പറ്റുന്നില്ല അച്ഛാ ഈ സ്നേഹം മുഴുവൻ സ്വീകരിക്കാൻ. ഞാൻ പറഞ്ഞ ഭർത്താവിനെ ഒന്ന് വിളിക്കാവോ, ഒന്ന് കാണാനാ. അയാൾ വന്ന ഒരു പാവം മനുഷ്യൻ. ഞാൻ ചോദിച്ചു, ഈ ചേച്ചിയെ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം? അയാൾ കണ്ണു നിറഞ്ഞ് എന്നോട് പറഞ്ഞു, കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനെ സംരക്ഷിക്കാൻ കഴിയാത്ത മഹാഭാവിയാണച്ച. അവളുടെ ശരീരത്തിൽ അയാൾ മ്ലേച്ഛമായി തൊട്ടെങ്കിലും ഇതാ അവൾ ഇന്ന് വിശുദ്ധയാണച്ച. ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാട്. ഇവിടെ ഇരിക്കുന്ന ദമ്പതികളൊന്ന് ധ്യാനിക്കൂ. എന്താ നിനക്ക് നിന്റെ പങ്കാളിയോടുള്ള കാഴ്ചപ്പാട്? പ്രിയപ്പെട്ടവരെ, കൗൺസിലിംഗിൽ ഇരുന്നാൽ അവരോട് സിമ്പതി തോന്നരുത്, എമ്പതി തോന്നണമെന്നാണ്. എന്ന് വെച്ചാൽ അവർ കരഞ്ഞാൽ കൂടെ കരയരുത്. പക്ഷെ ആ ഭർത്താവ് കരഞ്ഞപ്പോൾ ഞാൻ കൂടെ കരഞ്ഞു. അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ. ഞാൻ തകർന്നു പോയത് കേട്ടപ്പോ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, എന്തേ നിന്റെ കാഴ്ചപ്പാട്? നിന്റെ മക്കളോടുള്ള കാഴ്ചപ്പാട് എന്താ? നിന്റെ മാതാപിതാക്കന്മാരോടുള്ള കാഴ്ചപ്പാട് എന്താ? ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിക്കേ. ഇതാ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഞാൻ നടത്തുന്ന പള്ളിയിൽ ഒരു മഞ്ഞ കൊട വാങ്ങിക്കൊണ്ടുവന്നു. മഞ്ഞ കൊട വാങ്ങി വന്നിട്ട് അവനെ കബറിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഞാൻ ചോദിച്ചു, എന്താ വിശേഷം? അച്ഛൻ എന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഈ കൊട കൊണ്ടുവന്നത്, എന്നോട് ഒരാൾ പറഞ്ഞു, ഈ മഞ്ഞ കൊട കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാ. ഞാൻ ചോദിച്ചു, എന്താ ഫലം? അച്ഛാ, ഞാൻ അബുദാബിയിലാ ജോലി ചെയ്യുന്നത്. ഈ മാസം 3 പ്രാവശ്യം വന്നു. 3 പ്രാവശ്യം വന്നിട്ടും അപ്പം മരിച്ചിട്ടില്ല. അപ്പൻ വെന്റിലേഷനിൽ കിടക്കുന്നു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരും. 10 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പോഴേക്ക് ഇവിടുന്ന് ഫോൺ വരും, കൂടുതലാണ്, വീണ്ടും വരും. ഇപ്പോൾ ഈ കൊടയും കൊണ്ട് വന്നേക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇത്തവണത്തെ വരവിന് അപ്പനൊന്ന് യാത്ര അയക്കണം. കാഴ്ചപ്പാട് മാറി. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ അവസ്ഥ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചുറ്റുപാട് അങ്ങനെയാ. മാതാപിതാക്കന്മാരുടെ കാഴ്ചപ്പാട്, മക്കളോടുള്ള കാഴ്ചപ്പാട്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ SSLC പരീക്ഷയ്ക്ക് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. 3 കോടി രൂപയുടെ വീടാണ് ഒരു മനുഷ്യൻ പണിയുന്നത്. വലിയ സമ്പന്നനും ധനാഢ്യനുമാണ്. 2 മക്കളാണ്. മൂത്ത മോള് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാ പരീക്ഷയുടെ തലേ ദിവസം അവൻ പഠിക്കാതെ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ ശാസിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ പരീക്ഷ പഠിക്ക്. അവൻ പറഞ്ഞു, കുറച്ചു നേരം കൂടെ TV കാണട്ടെ. പോയി പഠിക്കടാ. TV ഓഫാക്കി. അമ്മ 2 ചീത്ത പറഞ്ഞു. അപ്പൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വഴക്കും കൂടെ പറഞ്ഞു. മുകളിലത്തെ നില പോയി. അമ്മ പറഞ്ഞു, 4 മണിക്ക് ഞാൻ വിളിക്കും. നിനക്ക് വേണ്ടിയിട്ടാണ് അപ്പൻ ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായി പഠിക്കുക, നേടുക. ഇതാ 4 മണിയായപ്പോൾ അമ്മ ചായയും കൊണ്ട് ചെന്നു. വാതിൽ തള്ളിയിട്ട് തുറന്നില്ല. ശക്തിയായിട്ട് തുറന്നപ്പോൾ ഫാനിൽ തൂങ്ങിക്കിടക്കുന്നു. എന്താ കാരണം എന്നറിയോ? ഈ കൊച്ചിനെ മനസ്സിലാക്കാൻ ആ മാതാപിതാക്കന്മാർക്ക് കഴിഞ്ഞില്ല. ശവസംസ്കാരത്തിന് ചെന്നപ്പോൾ അമ്മ ചങ്കിൽ അടിച്ചു ചോദിക്കുകയാണ്, എന്താ പറ്റിയേ മോനെ? എന്താ നിനക്ക് കുറവുണ്ടായിരുന്നത്? ഈ നേടിയത് മുഴുവൻ നിനക്കല്ലേ? അതെ, ഞാനും നിങ്ങളും നേടുന്നത് മുഴുവൻ നമ്മുടെ സന്തതികൾക്കാ. അവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പങ്കാളിയെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും സംശയവും. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാരണമേ ഉള്ളൂ, ആരാധന മാറിപ്പോയത് കൊണ്ടാണ്. ഞാനിതൊരു പോഷത്തരം പറഞ്ഞതല്ല. നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങൂ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട, വ്യഭിചാരത്തിൽ വീണുപോയ സ്ത്രീയോടുള്ള യേശുവിന്റെ കാഴ്ചപ്പാട് നിനക്ക് കിട്ടും. എന്തായിരുന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട യേശുവിനോടുള്ള യേശുവിന്റെ കാഴ്ചപ്പാട്? ചുറ്റുപാടുകൾ പറഞ്ഞു വ്യഭിചാരിണിയാണ്. മോശ പറഞ്ഞു കല്ലെറിഞ്ഞു കൊല്ലണം. നാട്ടുകാരുടെ കാഴ്ചപ്പാട് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. അവൾക്ക് തന്നെ ഉറപ്പ് വന്നു, ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ കൊല്ലപ്പെടേണ്ടവളാണ്.
പക്ഷെ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വിശദീകരിച്ച് പറയുന്നു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പുലർകാല തന്നെ വ്യഭിചാരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. അതേപോലെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് എങ്ങനെ ഇരുന്നറിയോ? ക്രിസ്തു താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്തെഴുതിക്കൊണ്ടിരുന്നു? യേശു നിലത്ത് എന്ത് എഴുതിക്കൊണ്ടിരുന്നു? ABCDEFG എന്ന് എഴുതിക്കൊണ്ടിരുന്ന. എന്തെഴുതി? യേശു എന്തെഴുതി എന്നറിയോ? ആ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ വിളിച്ചു പറഞ്ഞു, ഗുരു, ഇവൾ വ്യഭിചാരിണിയാണ്. അവൻ എഴുതി വെച്ചു, നിന്റെ അഭിപ്രായം ഇവൾ വ്യഭിചാരിണിയാണ്, ഇവൾ വഞ്ചകയാണ്. എഴുതി വെച്ചു, ഇവൾ വഞ്ചകയാണ്. ഈ ലോകത്തിന് നിന്നെ കുറിച്ച് പല അഭിപ്രായമുണ്ട്. അതവൻ പൊടിയിൽ എഴുതി വെക്കും. പൊടിയിൽ എഴുതി വെച്ചാൽ എന്താ ഗുണം? പറ. ഒരിളങ്കാറ്റ് കൊണ്ടത് മാഞ്ഞു പോകും സഹോദരങ്ങളെ. അവൻ കണ്ണുപോലും ഉയർത്തി നോക്കിയില്ല. എന്താ കാരണം എന്നറിയോ? അവനൊന്ന് നോക്കിയാൽ അവൾ ലജ്ജിച്ചു പോകും. അതുപോലെ കൊണ്ടുവന്നേക്കുന്നത്. നമുക്കറിയാം, ഇന്നൊക്കെ നമ്മുടെ ചുറ്റുപാട് ഏതെങ്കിലും സ്ത്രീകളെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ തുളച്ചു നോക്കും, ഒന്ന് കണ്ടാൽ കൊള്ളാം. പക്ഷെ ക്രിസ്തു കണ്ണുയർത്തി നോക്കിയില്ല. എന്താ കാരണം എന്നറിയോ? അവന്റെ ഒരു നോട്ടം പോലും നിന്നെ ലജ്ജിപ്പിക്കില്ല. അവൻ എപ്പോഴൊക്കെ തല ഉയർത്തിയതെന്നറിയോ? അവര് പറഞ്ഞു ഇവളെ കൊല്ലണം. അപ്പോൾ അവൻ തല ഉയർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിവർന്നിട്ട് അവരോട് പറഞ്ഞു, പാപമില്ലാത്ത ആൾ ആദ്യം കല്ലെറിയട്ടെ. കണ്ടോ? ഒരു നോട്ടം കൊണ്ട് പോലും അവൻ നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. ഈ സുവിശേഷം കേൾക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയണം, ഈ ഭൂമിയിൽ ഇങ്ങനെയൊരു ദൈവം ബൈബിളിലല്ലാതെ വേറെ എവിടെയുണ്ട്? ഒരു നോട്ടം കൊണ്ട് പോലും നിന്നെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം. കണ്ടോ? കൺമോഹം എങ്ങനെ അതിജീവിക്കണം? വചനാധിഷ്ഠിതമായ ആരാധനയിലൂടെ. നിർത്തി ഞാൻ ആ ഭാഗം. മൂന്നാമത്തെ ഒന്നും കൂടെ പറഞ്ഞ് ക്ലാസ് തീരട്ടെ. ഇതാ പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിശാച് യേശു ക്രിസ്തുവിനെ ഉയർന്ന ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, മസിഹ വരുന്നതും കാത്ത് താഴെ ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ട്. നീ ക്രൂശ് മരണവും ബലിയർപ്പണവും എല്ലാം സ്വീകരിച്ചു വന്നാൽ അതൊക്കെ ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിശാചിനറിയാം, യേശു ബലിയർപ്പണം നടത്തിയാൽ പിശാച് തകർന്നു പോകും. അതുകൊണ്ട് യേശു ബലിയേൽക്കാതിരിക്കാൻ പിശാച് യേശുവിനോട് പറഞ്ഞു, ഗോപുരത്തിൽ നിന്ന് താഴോട്ട് ചാടുക. എന്നിട്ട് പിശാചിനൊരു കാര്യം മനസ്സിലായി, ഇവനോട് എന്നാ പറഞ്ഞാലും വചനം കൊണ്ടാണ് ഇവൻ അതിജീവിക്കുന്നത്. അതുകൊണ്ട് പിശാച് യേശുവിനെ പ്രലോഭിപ്പിച്ചിട്ട് ഒരു വചനം കൂടെ ഇട്ടുകൊടുത്തു. നീ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക, കാല് കല്ലേ തട്ടാതിരിക്കാൻ. ബാക്കി നിങ്ങൾ പറഞ്ഞു, ദൂതന്മാര് കാത്തുകൊള്ളുമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വായിച്ചു 91 സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. പിശാചിന് വരെ എന്തറിയാം? മിണ്ടൂല. വചനം അറിയാം. നമുക്കെന്തറിയാൻ മേല? പിന്നെ എങ്ങനെ രക്ഷപ്പെടൂ? ആകെ കാറ്റും പോയി പഞ്ഞിയും വെച്ച് കിടക്കുമ്പോ പുറകിലിരുന്ന് സൈക്കിൾ ട്യൂബിന് കാറ്റടിക്കുന്നത് പോലെ വായനയാ സങ്കീർത്തനം. ആര് കേൾക്കാൻ? വായിക്കുന്നവര് മനസ്സിലാക്കുന്നില്ല, കിടക്കുന്നവന് മനസ്സിലാക്കുന്നില്ല. അന്നേരം വായിക്കേണ്ട സാധനം അല്ലത്. യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ നീ എടുക്കേണ്ട ആയുധത്തിന്റെ പേരാണിത്. ദൈവമക്കളെ, സ്തുതിച്ച് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക. എങ്ങനെ? അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുക. ക്രിസ്തുവിന് മനസ്സിലായി, ഇങ്ങനെ ചാടാനുള്ളതല്ല ജീവിതം. അവസാനിപ്പിച്ചു ഞാൻ. അങ്ങനെ എടുത്തു ചാടാനുള്ളതല്ല ജീവിതം. അഹങ്കാരിക്ക് മാത്രമേ ഇങ്ങനെ എടുത്തു ചാടാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തിനുള്ളതാ ജീവിതം എന്നറിയോ? സ്തുതിച്ച് ജീവിക്കാനുള്ളത്. ഈ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ. വ്രതമോട് നിന്നെ പ്രസവിച്ച അമ്മയോട് കൂടെ സ്തുതിക്കാൻ, പീഡകളേറ്റ സഹോദരന്മാരോടൊപ്പം സ്തുതിക്കാൻ, ദീപ വെളിച്ചം അണയ്ക്കാത്ത കന്യകമാരോടൊപ്പം സ്തുതിക്കാൻ ഒരു അഭിഷേകം നൽകണമേ. ദൈവമക്കളെ, പിശാച് ഉയർത്തിയ 3 പരീക്ഷകളെ യേശു വചനാധിഷ്ഠിതമായി അതിജീവിച്ചു. പിശാച് അവനെ വിട്ടുപോയി. ബൈബിൾ പറയുകയാണ്, പിശാച് അവനെ വിട്ടുപോയി. ഈ ധ്യാനം കൂടുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, കഴിഞ്ഞ 5 ദിവസമായി 6 ദിവസത്തേക്ക് നമ്മൾ ഈ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. യുദ്ധം ചെയ്യാൻ ആരോട്? ശരീരത്തിന്റെ ആസക്തികളോട്, ലോകത്തിന്റെ ആസക്തികളോട്, ശത്രുവായ പിശാചിനോട് യുദ്ധം ചെയ്ത് യജമാനനെ സ്വീകരിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിച്ചിങ്ങനെ അവസാനിപ്പിക്കാം. എല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? മഹാപൗരോഹിത്യത്തിന്റെ ആശീർവാദത്തിന്റെ തണലിൽ നിന്ന് പ്രാർത്ഥിക്കാം. കരുണ്യവാനും പരിശുദ്ധനുമായ ദൈവമേ, ലോകമോഹങ്ങളാലും ശരീരാസക്തികളാലും അഹങ്കാരങ്ങളാലും വീണുപോയ ജനമാണ് ഞങ്ങൾ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഗോകുൽ താഴ ഉന്നതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ എന്നെ സുഖപ്പെടുത്തണമേ. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? 10,000-കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ദൈവം കേട്ട് നമ്മെ സുഖപ്പെടുത്തട്ടെ. എത്ര ചെലവോടുകൂടിയാണ് പരിശുദ്ധ സഭ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഇറങ്ങി വന്നതിന്റെ അടയാളം കാണണ്ടേ? കർത്താവ് ഇറങ്ങി വന്നതിന്റെ അടയാളം നടക്കണ്ടേ? രോഗി സുഖപ്പെടണ്ടേ? ദുഃഖിതൻ വിടുവിക്കപ്പെടണ്ടേ? പൈശാചിക ശക്തി വിട്ടുപോകണ്ടേ? പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളെ സ്പർശിക്കണമേ. സക്കായിയുടെ ഭവനത്തിൽ ഇറങ്ങി വന്ന ദൈവമേ, കാനാന്യക്കാരുടെ സ്ത്രീയുടെ ഭവനത്തിൽ ഇറങ്ങി വന്ന ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്
പൈശാചിക ശക്തികൾ വിട്ടുപോകണമേ. ദൈവാരാധനയുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകണമേ. ബന്ധങ്ങളെ വിശുദ്ധിയോടെ കാണാൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവിനെ നൽകണമേ. അമ്മേ മാതാവേ, വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നടത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. രാജാവിനാ